സോ KTU BTech S3 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് തന്നെ ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സിൻ്റെ S3 മംഗൾ ബാച്ചിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ അത് എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്, അത് എടുക്കുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. S2 പരീക്ഷയുടെ ഇടയിൽ ഈ കോഴ്സ് എടുക്കാതെ ചേട്ടാ ഞാൻ ഈ ഒരു സമയത്ത് അത് എടുക്കട്ടെ, അത് അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂസ്ഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ BTech പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, തീരെ പറ്റണില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്കോർ എനിക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്നും നോക്കേണ്ട, ഈ ക്ലാസ് എടുത്തോളൂ. അത് എന്തുകൊണ്ട് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ റിഗ്രറ്റ് അടിക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് ഗ്യാരണ്ടീഡ് ആണ്, ഞാൻ 100%. അപ്പോൾ എന്താണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, S2ൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ബാച്ച് ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് വഴി സി പ്രോഗ്രാമിംഗ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അതിൽ 47 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സിൻ്റെ ക്രാഷ് ബാച്ച്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന പറഞ്ഞാൽ ബെനിഫിറ്റ് ആവും. ഇതിപ്പോൾ എന്നല്ല, നിങ്ങളുടെ BTechലെ നോളജ് ഉണ്ട്, നാളെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂസ് മനസ്സിലാവും. ഡിസൈൻഡ് ബൈ എഞ്ചിനീയേഴ്സ് ഫോർ എഞ്ചിനീയേഴ്സ്. അപ്പോൾ മനസ്സിലാക്കി, ഈ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസും കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ലെക്ചർ നോട്ട്സ് ആൻഡ് ഫ്രീ ക്രാഷ് കോഴ്സ് ആൻഡ് റിവിഷൻ പാക്സ്. അത് ശ്രദ്ധിക്കുക. ഏകദേശം കേരളത്തിൽ 20,000-ലും കൂടുതൽ കുട്ടികളാണ് ഇവരുടെ ക്ലാസ് വന്ന ഈ ഒരു ഈ വർഷങ്ങളിൽ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ്സുകൾ നിങ്ങളെ മാർക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളും നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ കരിയേഴ്സൊക്കെ നല്ലോണം പുഷ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ സ്ലൈഡിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്ലൈഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒരു കേസ് പറയുമ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ആണ് ഈ ക്ലാസ് വരുന്നത്. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. വീഡിയോൻ്റെ എൻഡിൽ ഞാൻ നമ്പർ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചിന്തിക്കുന്നത് ഈ ചേട്ടൻ പ്രൊമോഷൻ ചെയ്യല്ലേ? യെസ്, പ്രൊമോഷൻ ചെയ്യുകയാണ്. ഒരു നല്ല കാര്യം നല്ല കുട്ടികൾക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ബെറ്റിംഗ് ആപ്സിന് പ്രൊമോഷൻ വരാറുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഞാൻ നിങ്ങൾക്ക് എഡ്യൂക്കേഷണലി യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് മാത്രമേ ഈ ചാനലിൽ നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങൾ ഈ ക്ലാസ് എടുത്തിട്ട് ഒരിക്കലും റിഗ്രറ്റ് അടിക്കുന്നത് ഗ്യാരണ്ടീഡാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ഉപരി നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 1000+ 9 പോയിൻറ്റേഴ്സ് ആണ് 1 ഇയറിൽ ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സ് ഒന്നുമില്ല. ഈ 9 പോയിൻറ്റർ എന്ന് പറയുന്നതിനുപരി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പോയിന്റിനേക്കാളും നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റി, എന്തൊക്കെ നോളജ് നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സ് വഴി കിട്ടി എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പോയിന്റിലാണ് സ്ട്രെസ് ചെയ്യേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് പാക്കാണ്, വളരെ ക്വാളിറ്റി ക്ലാസ്സാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി 40% ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ S1ൻ്റെ സപ്ലീൻ്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ സപ്ലി എക്സാംസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഓക്കെ, ജൂലൈ 1-നാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജൂലൈ 1-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ ക്ലാസ് എടുക്കേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ഇൻ യുവർ BTech ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ക്ലാസ് എടുക്കുക. ഞാൻ വെറുതെ പറയില്ല. അപ്പോൾ നിങ്ങൾ ഈ അവസാന നിമിഷത്തിൽ ഒന്ന് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ കോർ ഇയറിലേയും കൂടിയാണ് പോകുന്നത്. S3 എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ എത്തി. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇയർ നിങ്ങളുടെ 3rd ഇയർ 4th ഇയറിൽ. S3യിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക, സിലബസ് എടുത്ത് നോക്കുക. ആ സിലബസ് എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് നോക്കിയപ്പോൾ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ സിലബസ് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കുട്ടികളും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ ഇത്രയൊക്കെ എങ്ങനെ ഒരു കുട്ടി ഒരു മൊഡ്യൂളിൽ പഠിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ സെൽഫായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു സപ്പോർട്ട് അവിടെ ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി ഫ്രാങ്ക്ലിൻ സെലക്ടേഴ്സ് നിങ്ങൾ ഇടുന്ന എഫേർട്ട് കുറയും, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഈ ക്ലാസ് എടുക്കണം, അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ക്ലാസ്സുകളാണ്. സോ ജൂലൈ 1-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുക്കുക. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ അടുത്ത് തന്നെ ഇത് വാലിഡിറ്റിൽ ജൂൺ 15-നുള്ളിൽ തീരും. അപ്പോൾ ജൂൺ 15-നുള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കുക എല്ലാവരും ശ്രമിക്കുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.